ലോക സിനിമയുടെ ഗ്രാമർ മാറ്റിമറിച്ച സംവിധായകനാണ് സ്റ്റാൻലി കുബ്രിക്. അദ്ദേഹത്തിന്റെ അവസാന സിനിമ ഇറങ്ങുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് കുബ്രിക് മരണപ്പെടുന്നത്. എന്നാൽ അത് വെറും യാദൃശികമല്ലെന്നാണ് അധികം ആളും വിശ്വസിക്കുന്നത്. അതിന് കാരണം അദ്ദേഹത്തിന്റെ അവസാന സിനിമ തന്നെയാണ്, ഐസ് വൈഡ് ഷട്ട്. ഇന്ന് നമ്മൾ പറയുന്ന ലോകം ഭരിക്കുന്ന ഇല്ലുമിനാറ്റിയെ അല്ലെങ്കിൽ അതിന് സമാനമായ പവർ നെറ്റ്വർക്കിനെ തുറന്നു കാണിക്കുന്ന സിനിമയായിരുന്നു അത്. സിനിമയിലെ പല സീനുകളും നീക്കം ചെയ്യാൻ നിർമ്മാണ കമ്പനി കുബ്രിക്കിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ സിനിമയിൽ നിന്ന് ഏതെങ്കിലും സീൻ നീക്കം ചെയ്യണമെങ്കിൽ താൻ മരിക്കണമെന്ന് കുബ്രിക് പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട്. നിർമ്മാണ കമ്പനിയുമായുള്ള ഈ കൂടിക്കാഴ്ച കഴിഞ്ഞ് ദിവസങ്ങൾക്കകം കുബ്രിക് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. ചുരുക്കത്തിൽ മരണത്തിന് തൊട്ടു മുൻപ് അദ്ദേഹം ലോകത്തിന് നൽകിയ ഏറ്റവും സങ്കീർണമായ മരണമൊഴിയാണ് 99-ൽ പുറത്തിറങ്ങിയ ഐസ് വൈഡ് ഷട്ട്. എപ്സ്റ്റീൻ ഫയൽസ് ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. എപ്സ്റ്റീൻ ഫയൽസിനൊപ്പം വീണ്ടും ചർച്ചയായിരിക്കുകയാണ് സ്റ്റാൻലി കുബ്രിക് എന്ന സംവിധായകനും അദ്ദേഹത്തിന്റെ അവസാന സിനിമയായ ഐസ് വൈഡ് ഷട്ടും. ഗൂഢാലോചന തിയറികൾ എന്ന് വെറും കെട്ടുകഥകൾ അല്ലെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങളും കുബ്രിക്കിന്റെ സിനിമയും തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ ഒരു ചേർത്തുവായന നമുക്ക് സാധ്യമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഐസ് വൈഡ് ഷട്ട് എന്ന സിനിമയെക്കുറിച്ചാണ്. സിനിമോസഫിയിലേക്ക് സ്വാഗതം. സിനിമയുടെ പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. ഐസ് വൈഡ് ഷട്ട് എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കണ്ണുകൾ തുറന്നു പിടിച്ചിരിക്കുമ്പോഴും കാണാൻ കഴിയാത്ത അവസ്ഥയെയാണ്. ഈ ലോകത്തെക്കുറിച്ച് വളരെ കുറച്ചു കാര്യങ്ങൾ മാത്രമേ നമ്മൾ സാധാരണക്കാർക്ക് അറിയൂ എന്നാണ് എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നതോടെ ഞാൻ ആലോചിച്ചത്. നമ്മൾ മഹാന്മാരെന്ന് വിശ്വസിച്ചവരാരും അങ്ങനെയല്ലെന്നും രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്ന പല ഡീലുകൾക്കും പിന്നിൽ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്നും എപ്സ്റ്റീൻ ഫയൽസ് പുറത്തു വന്നതോടെ മനസ്സിലായി. എത്രയൊക്കെ ലോക കാര്യങ്ങളും രാഷ്ട്രീയവും ശ്രദ്ധിക്കുന്നവരാണെങ്കിലും നമ്മൾക്കറിയാത്ത പല കാരണങ്ങൾക്കും കാര്യങ്ങൾക്കും മുകളിലൂടെയാണ് ഇന്ന് ലോകം സഞ്ചരിക്കുന്നത്. ഈ ഒരു അവസ്ഥയെയാണ് ഐസ് വൈഡ് ഷട്ട് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. സിനിമയിലെ നായകൻ ബിൽ എല്ലാ കാര്യങ്ങളെയും സംഭവങ്ങളെയും കുറിച്ച് തനിക്കറിയാമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. എന്നാൽ തന്റെ ഭാര്യയെപ്പോലും തനിക്ക് വേണ്ട വിധം അറിയില്ലെന്ന് വൈകിയാണ് അയാൾ മനസ്സിലാക്കുന്നത്. ആ രഹസ്യ പാർട്ടിയിൽ എത്തുന്നതോടെ തനിക്ക് ചുറ്റും നടക്കുന്നതിൽ 1% പോലും താൻ അറിയുന്നില്ലെന്ന് അയാൾ തിരിച്ചറിയുന്നു. നായകന്റെ ഈ അവസ്ഥയാണ് ഈ ടൈറ്റിലിലൂടെ കുബ്രിക് അർത്ഥമാക്കുന്നത്. എന്നാൽ ഇന്ന് ലോകത്തുള്ള 99% ആളുകൾക്കും ഈ ടൈറ്റിൽ ആപ്റ്റാകും. ഈ സിനിമ ശരിക്കും ഒരു നോവലിന്റെ ചലച്ചിത്ര ഭാഷ്യമാണ്. ആർതർ ഷിനിസ്ലർ രചിച്ച ഡ്രീം സ്റ്റോറി എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് കുബ്രിക് ഈ സിനിമ നിർമ്മിക്കുന്നത്. അതായത് ഈ സംഭവങ്ങളൊന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്നർത്ഥം. അന്ന് ഫിക്ഷനും കോൺസ്പിറസി തിയറിയുമായി വ്യാഖ്യാനിക്കപ്പെട്ടു. എന്നാൽ പതിയെ ആ കോൺസ്പിറസികളെല്ലാം സത്യമാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു. കുബ്രിക്കിന് പണ്ട് മുതലേ ഈ നോവൽ സിനിമയാക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. 1960-കളിൽ അദ്ദേഹം ഈ നോവലിന്റെ റൈറ്റ്സ് സ്വന്തമാക്കുന്നുണ്ട്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് അതിന്റെ എഴുത്ത് നീണ്ടുപോയി. ഒരു പക്ഷേ കൃത്യമായ തെളിവുകൾക്കും മറ്റും വേണ്ടി കുബ്രിക് കാത്തിരുന്നതാകാം. ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം വല്ലാത്തൊരു കഥയുടെ എപ്സ്റ്റീൻ എപ്പിസോഡ് കണ്ടപ്പോൾ കുബ്രിക് എപ്സ്റ്റീൻ ദ്വീപ് സന്ദർശിച്ചതായി അതിൽ പറയുന്നുണ്ട്. വിർജീനിയ ഗൂഫ്രെ എഴുതിയിട്ടുള്ള നോബഡീസ് ഗേൾ എന്ന പുസ്തകത്തെ കോട്ട് ചെയ്താണ് ബാബു രാമചന്ദ്രൻ ഇത് പറയുന്നത്. പക്ഷേ അത് ശരിയാകാൻ സാധ്യതയില്ല. ഒന്നാമതായി, വിമാനത്തിൽ കയറാൻ പേടിയുള്ള ഒരാളായിരുന്നു സ്റ്റാൻലി കുബ്രിക്. അദ്ദേഹത്തിന്റെ പറക്കാനുള്ള പേടി പ്രസിദ്ധമാണ്. 1968-ലാണ് അദ്ദേഹം അവസാനമായി അമേരിക്കയിൽ വരുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. സ്പേസ് ഒഡീസിയുടെ പ്രീമിയറിനു വേണ്ടിയായിരുന്നു അത്. അതിനുശേഷം അദ്ദേഹം ഇംഗ്ലണ്ടിലാണ് കഴിഞ്ഞുകൂടിയത്. ഐസ് വൈഡ് ഷട്ടിന്റെ പശ്ചാത്തലം ന്യൂയോർക്ക് ആണെങ്കിലും അത് സെറ്റിട്ടത് ഇംഗ്ലണ്ടിലാണ്. വിമാനത്തിനോടുള്ള അദ്ദേഹത്തിന്റെ പേടി തന്നെയാണ് അതിന് കാരണം. മറ്റൊരു കാര്യം, വിർജീനിയയുടെ പുസ്തകത്തിൽ പറയുന്ന കാലഘട്ടം 2000 മുതൽ 2002 വരെയാണ്. എന്നാൽ കുബ്രിക് മരണപ്പെടുന്നത് 1999-ലാണ്. അതുകൊണ്ട് തന്നെ കുബ്രിക് എപ്സ്റ്റീൻ ദ്വീപ് സന്ദർശിക്കാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും ഐസ് വൈഡ് ഷട്ട് എന്ന സിനിമ ചെയ്യാൻ ഇത്രയും വൈകിയത് തെളിവുകൾക്ക് വേണ്ടി കാത്തിരുന്നതാകാനേ വഴിയുള്ളൂ. ആ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാകും അദ്ദേഹം സിനിമ ചെയ്തിട്ടുണ്ടാവുക. 24 മിനിറ്റ് ഈ സിനിമയിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ജോ റോഗന്റെ പോഡ്കാസ്റ്റിൽ സ്ക്രിപ്റ്റ് റൈറ്റർ റോജർ അവരി നടത്തിയ വെളിപ്പെടുത്തൽ ഈ വിശ്വാസത്തിന് ബലം നൽകുന്നുണ്ട്. ഇപ്പോഴുള്ളതായിരുന്നില്ല കുബ്രിക്കിന്റെ ഫൈനൽ കട്ടെന്നും അദ്ദേഹത്തിന്റെ മരണശേഷം വാർണർ ബ്രോസ് സിനിമ എഡിറ്റ് ചെയ്തെന്നുമാണ് അവരി പോഡ്കാസ്റ്റിൽ പറഞ്ഞത്. 24 മിനിറ്റ് എന്ന് കൃത്യമായി പറഞ്ഞില്ലെങ്കിലും പിഡോഫൈൽ കൾട്ടിനെ തുറന്നുകാട്ടുന്ന കൂടുതൽ കാര്യങ്ങൾ സിനിമയിലുണ്ടെന്നായിരുന്നു അവരുടെ അവകാശവാദം. എന്നാൽ കുബ്രിക്കിന്റെ കുടുംബാംഗങ്ങൾ ഇങ്ങനെയൊരു എഡിറ്റിനെ നിഷേധിക്കുന്നുണ്ട്. കുബ്രിക്ക് എടുത്ത സിനിമ തന്നെയാണ് പുറത്തു വന്നതെന്നാണ് കുടുംബം പറഞ്ഞത്. എന്തായാലും ഇതായിരുന്നില്ല കുബ്രിക്ക് എടുത്ത സിനിമ എന്നാണ് കൂടുതൽ പേരും വിശ്വസിക്കുന്നത്. ഇത്രമാത്രം പറയാനായിരുന്നുവെങ്കിൽ 60-കളിൽ തന്നെ കുബ്രിക്ക് നോവൽ സിനിമയാക്കുമായിരുന്നു എന്നാണ് ഈ തിയറിയിൽ വിശ്വസിക്കുന്നവരുടെ അവകാശവാദം. പറഞ്ഞു വന്നത് ഒരു നോവലിന്റെ അഡാപ്റ്റേഷനാണ് ഐസ് വൈഡ് ഷട്ട് എന്ന
സിനിമ. എന്നാൽ നോവലിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ജൂത പശ്ചാത്തലത്തിലാണ് നോവൽ കഥ പറയുന്നത്. എന്നാൽ അങ്ങനെ ഒരു മതപരമായ ഡീറ്റെയിലിംഗ് കുബ്രിക് നൽകുന്നില്ല. അമേരിക്കൻ എത്നിസിറ്റിയെ മുൻനിർത്തിയാണ് കുബ്രിക് കഥ പറയുന്നത്. വിക്ടർ സിഗ്ലർ എന്ന കഥാപാത്രത്തെ നോവലിൽ നമുക്ക് കാണാനാകില്ല. മാത്രമല്ല, മാൻഷനിൽ വെച്ച് ബില്ലിനെ രക്ഷിക്കുന്ന പെൺകുട്ടിയുടെ ഐഡന്റിറ്റി നോവലിൽ വെളിപ്പെടുത്തുന്നില്ല. എന്നാൽ സിനിമയിൽ ഈ കുട്ടി സിഗ്ലറുടെ വീട്ടിൽ വെച്ച് ബിൽ കണ്ട പെൺകുട്ടിയാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇനി ഈ സിനിമയും എപ്സ്റ്റീൻ ഫയൽസും എത്രമാത്രം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് എന്ന് നോക്കാം. സിനിമയിൽ പെൺകുട്ടി ഓവർഡോസ് കാരണം മരണപ്പെട്ടതായുള്ള വാർത്ത ബിൽ പത്രത്തിൽ വായിക്കുന്ന ഒരു സീനുണ്ട്. ഈ സീനിൽ സൂക്ഷിച്ചു നോക്കിയാൽ ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടറുടെ പേര് നമുക്ക് വായിക്കാനാകും. ലാറി സെലോണ എന്നാണ് ആ റിപ്പോർട്ടറുടെ പേര്. എപ്സ്റ്റീന്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് ലാറി സെലോണയാണ്. ഇത് യാദൃശികമായി തോന്നാമെങ്കിലും അങ്ങനെയല്ല. ന്യൂയോർക്ക് പോസ്റ്റിന്റെ പോലീസ് റിപ്പോർട്ടറാണ് ലാറി സെലോണ. അദ്ദേഹം തന്നെയായിരുന്നു ഐസ് വൈറ്റ് ഷട്ടിന്റെ മീഡിയ കൺസൾട്ടന്റ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് സിനിമയിൽ വന്നത്. എന്നാൽ പിന്നീട് അദ്ദേഹം തന്നെ എപ്സ്റ്റീൻ കേസും റിപ്പോർട്ട് ചെയ്തത് വിധിയുടെ വിളയാട്ടം. മറ്റൊരു കാര്യം, എപ്സ്റ്റീന്റെയും പാർട്ട്ണർ ഗിസ്ലൈൻ മാക്സ്വെല്ലിന്റെയും രൂപസാദൃശ്യമുള്ള ആളുകൾ സിനിമയിലെ ഒരു സീനിൽ ഉണ്ടെന്നുള്ളതാണ്. ഈ സീനിലെ ആലീസിന്റെ പിന്നിലായുള്ള ദമ്പതികളെ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. വിക്ടർ സിഗ്ലർ നടത്തുന്ന സമൂഹത്തിലെ ഉന്നതർക്കായുള്ള പാർട്ടിയിൽ പങ്കെടുക്കാൻ വന്നവരാണ് ഇവർ. ഇനി എപ്സ്റ്റീന്റെയും മാക്സ്വെല്ലിന്റെയും ഫോട്ടോ ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. നല്ല സാമ്യതയില്ലേ? ഒരുപക്ഷെ ഇതും യാദൃശികമായിരിക്കാം. പക്ഷേ എപ്സ്റ്റീന്റെ പ്രൈം ടൈം ആയിരുന്നു സിനിമ ഇറങ്ങിയ കാലഘട്ടം എന്ന് മനസ്സിലാക്കുമ്പോഴും കുബ്രിക്കിന്റെ മരണമടക്കമുള്ള കാര്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോഴും ഇത് യാദൃശികമാകാൻ സാധ്യത വളരെ കുറവാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് കുബ്രിക് സിനിമ ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി തന്നെയായിരിക്കും ഈ സിനിമ എടുക്കാൻ അദ്ദേഹം അത്രത്തോളം കാത്തിരുന്നത്. എപ്സ്റ്റീൻ ഫയൽസുമായുള്ള മറ്റൊരു സാമ്യത സിനിമയിലെ മാൻഷനാണ്. അതിനുള്ളിൽ നിരവധി ന്യൂഡ് പെയിന്റിംഗ്സ് നമുക്ക് കാണാനാകും. എപ്സ്റ്റീൻ റിച്ച് നെറ്റ്വർക്കിനായുള്ള പാർട്ടി നടത്താൻ ദ്വീപിൽ നിർമ്മിച്ച മാൻഷനിലും ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ നമുക്ക് കാണാനാകും. ഒരു രസകരമായ കാര്യം എന്തെന്നാൽ മെന്റമോർ എന്ന ലണ്ടനിലെ പ്രശസ്ത മാൻഷനിലാണ് ഈ സിനിമ ചിത്രീകരിച്ചത്. ഇല്ലുമിനാറ്റി കുടുംബമെന്ന് കോൺസ്പിറസി തിയറിസ്റ്റുകൾ വിളിക്കുന്ന റോഡ്സ്ചൈൽഡ് ഫാമിലിയാണ് ഈ മാൻഷൻ പണി കഴിപ്പിച്ചത്. അങ്ങനെ ഒരു കണക്ഷൻ കൂടി കുബ്രിക് ഈ സിനിമക്ക് നൽകിയിട്ടുണ്ട്. പിഡോഫൈലുകളെ കുറിച്ച് സിനിമ തുറന്നു കാണിക്കുന്നുണ്ട്. ക്ലോത്ത് റെന്റൽ സ്റ്റോറിലെ ആ മുതലാളിയുടെ മകൾ ഉൾപ്പെടെ പല കഥാപാത്രങ്ങളിലൂടെ സിനിമ ഇത് ചർച്ച ചെയ്യുന്നുണ്ട്. ചൈൽഡ് അബ്യൂസ് നോർമലൈസ് ചെയ്യുന്നതിന്റെ ഭീകരത ഈ സിനിമയിലൂടെ കുബ്രിക് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. എപ്സ്റ്റീൻ ഫയൽസിന്റെ ഏറ്റവും ഭീകരതയും അതുതന്നെയാണ്. ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി കാര്യങ്ങൾ വായിച്ചപ്പോൾ കണ്ടെത്തിയ ഒരു സംഗതി കൂടി പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കാം. ലോലിത എന്നൊരു നോവലുണ്ട്. ചൈൽഡ് അബ്യൂസിനെ റൊമാന്റിസൈസ് ചെയ്തുകൊണ്ട് വ്ളാഡിമിർ നെബോക്കോവ് എന്നൊരു എഴുത്തുകാരനാണ് ഈ നോവൽ എഴുതിയിട്ടുള്ളത്. എപ്സ്റ്റീന്റെ മാൻഷനിൽ നടക്കുന്ന പാർട്ടികളിൽ ഈ നോവൽ ഒരു പ്രധാന ഘടകമായിരുന്നു. കുട്ടികളുടെ വയറിലും കാലിലുമൊക്കെ ഈ നോവലിലെ വാചകങ്ങൾ എഴുതി അത് അവർ പ്രദർശിപ്പിച്ചിരുന്നു. ലോലിത എന്ന നോവൽ എപ്സ്റ്റീന്റെ പാർട്ടികളിലെ പ്രധാന ഘടകമായിരുന്നു. ഈ ലോലിത എന്ന നോവൽ സിനിമയാക്കിയത് കുബ്രിക്കാണ്. സിനിമ കാണാത്തതുകൊണ്ടും നോവൽ വായിക്കാത്തതുകൊണ്ടും എങ്ങനെയാണ് കുബ്രിക് ലോലിത അവതരിപ്പിച്ചത് എന്ന് അറിയില്ല. സിനിമ കണ്ടവരുണ്ടെങ്കിൽ കമന്റിൽ പറയുക. എന്തായാലും ഒരു അലാമായിരുന്നു കുബ്രിക്കിന്റെ ഐസ് വൈറ്റ് ഷട്ട് എന്ന സിനിമയെന്ന് ഉറപ്പാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മരണമൊഴി കൂടിയാകാം ഈ സിനിമ. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ ഐഡിയോളജി അനാലിസിസ് ഒക്കെയാണ് ഈ ചാനലിൽ അധികം ചർച്ച ചെയ്യാറുള്ളത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.